ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കൾ ശത്രുക്കളായി, നിരന്തര പീഡനം, അമ്മു സജീവിന്റെ മരണകാരണം ലോഗ് പത്തനംതിട്ട 3 സഹപാഠികൾ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചതാണ് ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ കലാശിച്ചതെന്ന് പോലീസ്. മാസങ്ങൾക്ക് മുൻപുവരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അമ്മുവും ഇവരും. സൗഹൃദത്തിൽ വിള്ളലുണ്ടായതോടെ അമ്മുവിനെ നിരന്തരം പീഡിപ്പിച്ചു. ശാരീരിക ഉപദ്രവത്തിനും ശ്രമിച്ചതായി പോലീസ് പറഞ്ഞു. 15-ന് ഹോസ്റ്റൽ കെട്ടിടത്തിനു മുകളിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ അമ്മു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. 3 സഹപാഠികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണക്കാണ് കേസെടുത്തിരിക്കുന്നത്. സുഹൃത്തുക്കൾക്കിടയിലെ ചെറിയ പ്രശ്നങ്ങൾ തർക്കങ്ങളിലൂടെ വലുതാകുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ലാബിൽ ഉപയോഗിക്കുന്ന ലോഗ് ബുക്ക് നവംബർ ആദ്യ ആഴ്ച നഷ്ടമായതാണ് തർക്കം രൂക്ഷമാക്കിയത്. അമ്മു ഈ ബുക്ക് എടുത്തെന്നായിരുന്നു 3 സുഹൃത്തുക്കളുടെയും ആരോപണം. ബുക്ക് നഷ്ടപ്പെട്ട കുട്ടി പരാതി നൽകിയില്ല. അധ്യാപിക വഴി ഇക്കാര്യം പ്രിൻസിപ്പലിനെ അറിയിച്ചു. പ്രിൻസിപ്പൽ രക്ഷിതാക്കളുടെ യോഗം വിളിച്ചു. നവംബർ 13-നായിരുന്നു യോഗം. അമ്മുവിന്റെ അച്ഛന് വരാൻ അസൗകര്യമുള്ളതിനാൽ 18-ലേക്ക് യോഗം മാറ്റി. എന്നാൽ നവംബർ 15-ന് അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും വീണു. ലോഗ് ബുക്കിനു വേണ്ടി സഹപാഠികൾ അമ്മുവിന്റെ മുറിയിൽ പരിശോധന നടത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. മുറിയിലെ സാധനങ്ങൾ വലിച്ചുവാരിയിട്ടു. കള്ളി എന്ന് വിളിച്ചു കളിയാക്കിയതായും ആരോപണമുണ്ട്. സുഹൃത്തുക്കളുടെ മാനസിക പീഡനം സംബന്ധിച്ച് അമ്മുവിന്റെ വീട്ടുകാർ കോളേജിന് പരാതി നൽകിയിരുന്നു. 18-ലെ യോഗത്തിനു മുൻപ് ലോഗ് ബുക്ക് കിട്ടിയില്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ടു പോകാമെന്ന നിലപാടിലായിരുന്നു അമ്മുവിന്റെ വീട്ടുകാർ. എന്നാൽ അതിനു മുൻപ് അമ്മു ലോകത്തോട് യാത്ര പറഞ്ഞു. ടൂർ കോഓർഡിനേറ്ററായി അമ്മുവിനെ തീരുമാനിച്ചതിലും 3 സുഹൃത്തുക്കൾക്കും എതിർപ്പുണ്ടായിരുന്നു. ക്ലാസ് ടീച്ചറാണ് ടൂർ കോഓർഡിനേറ്ററായി അമ്മുവിന്റെ പേര് പറഞ്ഞത്. ഇക്കാര്യം പറഞ്ഞ സമയത്ത് ക്ലാസ്സിൽ എതിർപ്പുണ്ടായിരുന്നില്ല. പിന്നീട് 3 സുഹൃത്തുക്കൾ അതിനെതിരെ ക്ലാസ്സിൽ സംസാരിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു. കോളേജ് കോമ്പൗണ്ടിൽ വെച്ച് ഈ 3 പേർ അമ്മുവിനെ നിരന്തരം പരിഹസിച്ചിരുന്നതായും പോലീസ് പറയുന്നു. വിദ്യാർത്ഥികളുടെയും കോളേജ് അധികൃതരുടെയും കുടുംബത്തിന്റെയും മൊഴികളുടെ അടിസ്ഥാനത്തിലും അമ്മു ചില വിവരങ്ങളെ രേഖപ്പെടുത്തിവെച്ചത് തെളിവായി സ്വീകരിച്ചുമാണ് 3 വിദ്യാർത്ഥിനികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അമ്മുവിന്റെയും അറസ്റ്റിലായവരുടെയും ഫോണുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. വിദ്യാർത്ഥികളെ ആവശ്യമെങ്കിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കുറ്റക്കാരനെന്നു കണ്ടെത്തിയാൽ ശിക്ഷ 20 വർഷം വരെ തടവ്. ഗൗതം അദാനി അറസ്റ്റിലാകുമോ? ഇന്ത്യയിലെ വിവിധ സംസ്ഥാന സർക്കാരുകളിലെ ഉന്നതരുമായി 2092 കോടി രൂപയുടെ കൈക്കൂലി ഇടപാട് നടത്തിയെന്നാരോപിച്ചാണ് വ്യവസായി ഗൗതം അദാനിക്കെതിരെ US കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കുറ്റവാളിയെന്നു തെളിഞ്ഞാൽ 20 വർഷം വരെ തടവ് ലഭിച്ചേക്കാം. എന്നാൽ അറസ്റ്റുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ നിയമപരമായി തന്നെ അദാനിക്കു സാധിച്ചേക്കും. എന്താണ് അദാനിക്കെതിരായ കുറ്റങ്ങൾ? അദാനി ഗ്രീൻ എനർജി കമ്പനി ഉൽപ്പാദിപ്പിച്ച സൗരോർജ്ജം ഉയർന്ന വിലയ്ക്ക് വാങ്ങുന്നതിനായി കൈക്കൂലി നൽകിയെന്നതാണ് കേസ്. കൈക്കൂലിക്കാര്യം മറച്ചുവെച്ച് US-ൽ നിന്ന് അദാനി ഗ്രൂപ്പ് നിക്ഷേപ സമാഹരണം നടത്തി. ഇത് US-ലെ അഴിമതി വിരുദ്ധ നിയമത്തിനെതിരാണ്. കമ്പനികൾ ബിസിനസ് നേട്ടത്തിനുവേണ്ടി വിദേശ സർക്കാർ പ്രതിനിധികൾക്ക് കൈക്കൂലി നൽകുന്നത് US-ൽ നിയമവിരുദ്ധമാണ്. അത് മറച്ചുവെച്ച് നിക്ഷേപ സമാഹരണം നടത്താനും പാടില്ല. $20 കോടി വായ്പയായും ബോണ്ടുകളായും US-ൽ നിന്ന് അദാനി സമാഹരിച്ചതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. US കോടതിയിലെ ക്രിമിനൽ കേസിനു പുറമെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ SEC പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്. US-ന്റെ അഴിമതി വിരുദ്ധ നിയമമായ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അദാനി അറസ്റ്റിലാകുമോ? അദാനിക്കെതിരെ US കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അദാനി ഇന്ത്യയിലാണെങ്കിൽ അദ്ദേഹത്തെ കൈമാറാൻ US ആവശ്യപ്പെടും. അങ്ങനെ വന്നാൽ ഇന്ത്യൻ നിയമപ്രകാരം അദാനിക്കെതിരെ കുറ്റങ്ങൾ ചുമത്താൻ കഴിയുമോ എന്നും മനുഷ്യാവകാശ ലംഘനമുണ്ടോ എന്നും ഇന്ത്യൻ കോടതികൾ വിലയിരുത്തും. US-നു കൈമാറുന്നത് എതിർത്തുകൊണ്ട് ഗൗതം അദാനിക്ക് നിയമപരമായി മുന്നോട്ടുവരാൻ സാധിക്കും. സ്വാഭാവികമായും അറസ്റ്റുൾപ്പെടെയുള്ള US-ന്റെ നിയമ നടപടികൾ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. അറസ്റ്റിലായാൽ തുടർ നടപടിയെന്ത്? ഇന്ത്യ അദാനിയെ US-നു കൈമാറുകയോ അദാനി കീഴടങ്ങുകയോ ചെയ്താൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകർക്ക് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾക്കെതിരെ വാദിക്കാം. ഒരു ഒത്തുതീർപ്പിനും അവർക്ക് ശ്രമിക്കാം. എന്നാൽ പ്രോസിക്യൂഷൻ ഇത് അനുവദിക്കണമെന്നില്ല. പ്രോസിക്യൂഷൻ നിരത്തുന്ന തെളിവുകൾക്കെതിരെയുള്ള വാദങ്ങളും അദാനിയടക്കം 8 പേർക്കെതിരെയാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത് എന്നതിനാൽ ഈ സഹപ്രതികൾ പ്രത്യേകം വിചാരണ നേരിടേണ്ടി വരുമെന്നുള്ളതും നിയമ നടപടികൾ നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കുറ്റവാളിയെന്ന് കണ്ടെത്തിയാൽ ശിക്ഷയെന്ത്? കുറ്റവാളിയാണെന്നു കണ്ടെത്തിയാൽ കൈക്കൂലി കേസിൽ 5 വർഷം വരെയും വഞ്ചന, ഗൂഢാലോചന കേസുകളിൽ 20 വർഷം വരെയും തടവ് ശിക്ഷ ലഭിച്ചേക്കാം. ഇതിനു പുറമെ നിശ്ചിത തുക പിഴയും ഒടുക്കേണ്ടി വന്നേക്കാം. ശിക്ഷ എന്തുതന്നെ വിധിച്ചാലും അദാനിയുടെ അഭിഭാഷകർ അപ്പീലിന് ശ്രമിക്കും. നിയമ നടപടികൾ വീണ്ടും നീണ്ടുപോകും. അദാനിയുടെ നിലപാട്: കുറ്റം നിഷേധിച്ചോ ഹർജിയുമായോ അദാനി ഇതുവരെ US കോടതിയിൽ ഹാജരായിട്ടില്ല. അതേസമയം ആരോപണങ്ങൾ തള്ളി അദാനി ഗ്രൂപ്പ് രംഗത്തെത്തിയിട്ടുണ്ട്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അദാനി ഗ്രീൻ എനർജിയുടെ ബോണ്ട് വിൽപ്പന നിർത്തിവെക്കുന്നതായും കമ്പനി അറിയിച്ചിട്ടുണ്ട്. മദ്യപിച്ച് അമിത വേഗത്തിൽ കാറിടിച്ചു തെറിപ്പിച്ചു. പാലക്കാട്ട് 2 വയോധികർക്ക് ദാരുണാന്ത്യം. പാലക്കാട് കൊടുവായൂരിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് 2 പേർ മരിച്ചു. 65 വയസ്സുള്ള വയോധികനും 60 വയസ്സുള്ള വയോധികയുമാണ് മരിച്ചത്.
ഇന്ന് ഉച്ചയ്ക്ക് 2:30 പുതുനഗരം ഭാഗത്തുനിന്ന് കൊടുവായൂരിലേക്ക് വന്ന കാറാണ് വയോധികരെ ഇടിച്ചു തെറിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും മീറ്ററുകളോളം ദൂരത്തേക്ക് തെറിച്ചു വീണു. ഇവരെ ഉടൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. കാറോടിച്ചിരുന്ന എലവഞ്ചേരി സ്വദേശി പ്രേംനാഥ് പി മേനോനെ 45 പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് വൈദ്യപരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. അപകടത്തിൽ മരിച്ചവർ തമിഴ്നാട് സ്വദേശികളാണെന്നാണ് സൂചന. 18-ാം പടിക്കു സമീപം കൂറ്റൻ പാമ്പ്. സന്നിധാനത്ത് ഇതുവരെ പിടിച്ചത് 33 പാമ്പുകൾ, 5 അണലികളും. ശബരിമല സന്നിധാനത്ത് 18-ാം പടിക്കു സമീപം ഭീതി പരത്തിയ പാമ്പിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പിടികൂടി. ഇന്ന് രാവിലെ 9:30 18-ാം പടിക്കു താഴെ മഹാകാണിക്ക ഭാഗത്തുനിന്ന് അപ്പം അരവണ കൗണ്ടറുകളിലേക്കു പോകുന്നതിനുള്ള അടിപ്പാതയുടെ പടിക്കെട്ടിന്റെ തുടക്കഭാഗത്തെ കൈവരിയിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. നൂറുകണക്കിന് ഭക്തർ കടന്നുപോകുന്ന പടിക്കെട്ടിന്റെ തുടക്കഭാഗത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരാണ് കൈവരിയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന നിലയിൽ 2 അടിയോളം നീളം വരുന്ന പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ ഈ ഭാഗത്തുകൂടി തീരാടകർ അടിപ്പാതയിലേക്കു കടക്കുന്നത് തടഞ്ഞു. സംഭവം അറിഞ്ഞെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്നു പിടികൂടാനുള്ള ശ്രമത്തിനിടെ പാമ്പ് കൈവരിയിൽ നിന്ന് പടിക്കെട്ടിലേക്ക് ചാടി. തുടർന്ന് ഇവിടെ നിന്ന് പാമ്പിനെ പിടികൂടി കുപ്പിയിലാക്കി. ഇതോടെയാണ് 20 മിനിറ്റോളം നീണ്ടുനിന്ന ഉദ്വേഗത്തിനു വിരാമമായത്. വിഷമില്ലാത്തയിനം കാട്ടുപാമ്പ് ആണ് ഇതെന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സന്നിധാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിഷപ്പാമ്പുകളെ പിടികൂടാറുണ്ടെങ്കിലും 18-ാം പടിക്കു സമീപത്തുനിന്നു പാമ്പിനെ പിടികൂടുന്നത് ഇതാദ്യമാണ്. തീർത്ഥാടനം തുടങ്ങിയ ശേഷം സന്നിധാനത്തുനിന്ന് ഇതുവരെ 33 പാമ്പുകളെ വനം വകുപ്പ് പിടികൂടി ഉൾവനത്തിൽ വിട്ടു. 5 അണലികളെയും 14 കാട്ടുപാമ്പുകളെയും ഉൾപ്പെടെയാണ് പിടികൂടിയത്. തീർത്ഥാടന കാലം സുരക്ഷിതമാക്കുന്നതിന് വനം വകുപ്പ് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് സന്നിധാനത്തെ വനം വകുപ്പ് സ്പെഷ്യൽ ഓഫീസർ ലിതേഷ് പറഞ്ഞു. തീർത്ഥാടനത്തിനു മുന്നോടിയായി പരമ്പരാഗത പാതകളിൽ അപകടാവസ്ഥയിലുണ്ടായിരുന്ന മരച്ചില്ലകൾ മുറിച്ചു നീക്കി. കല്ലുകളും മറ്റു തടസ്സങ്ങളും നീക്കം ചെയ്ത് ശുചീകരിച്ചു. സന്നിധാനത്തു നിന്നു മാത്രം 93 പന്നികളെ പിടികൂടി ഉൾവനത്തിൽ വിട്ടു. അംഗീകൃത പാമ്പ് പിടുത്തക്കാരും എലിഫന്റ് സ്ക്വാഡുകളും ഉൾപ്പെടെയുള്ള വനപാലകർ തീർത്ഥാടകരുടെ സുരക്ഷ ഒരുക്കാൻ സജ്ജരാണ്. സന്നിധാനത്തേക്കുള്ള യാത്രയ്ക്ക് പരമ്പരാഗത പാതകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മറ്റു വഴികളിലൂടെ യാത്ര ചെയ്യുന്നത് അപകട സാധ്യതകൾ ഉണ്ടാക്കും. ആദിവാസി വിഭാഗത്തിലുള്ളവർ ഉൾപ്പെടുന്ന വനം വകുപ്പിന്റെ എക്കോ ഗാർഡുകളും തീർത്ഥാടകർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പമ്പയിലെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ കൺട്രോൾ റൂമാണ് വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതെന്റെ ഭൂതകാലം ഫേസ്ബുക്ക് ലിങ്കിൽ സന്ദീപ് വാര്യർ ഇപ്പോഴും ബിജെപിക്കാരൻ. കോട്ടയം ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ ബയോ തിരുത്തി കോൺഗ്രസ് പ്രവർത്തകൻ എന്നു പുതിയതായി ചേർത്തത് വാർത്തയായിരുന്നു. എന്നാൽ ബയോ മാറിയെങ്കിലും സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ ലിങ്കിൽ അദ്ദേഹം ഇപ്പോഴും ബിജെപിക്കാരനാണ്. സന്ദീപ് വാര്യർ ബിജെപി എന്ന ലിങ്ക് ചൂണ്ടിക്കാട്ടിയാണ് ചർച്ച പുരോഗമിക്കുന്നത്. പാർട്ടി മാറിയതിനൊപ്പം പുതിയ അക്കൗണ്ടും തുടങ്ങേണ്ടി വരുമോ എന്നാണ് പലരും ഉയർത്തിയ ചോദ്യം. എന്നാൽ പുതിയ അക്കൗണ്ട് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. അത് വളരെ പണ്ടുണ്ടാക്കിയ ഐഡിയാണ്. അതെന്റെ ഭൂതകാലമാണ്. എന്റെ പഴയ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ കിടക്കുന്നത് പോലുള്ള ഒന്നു മാത്രം. പുതിയ പേജിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. വെരിഫൈ ചെയ്ത അക്കൗണ്ടാണ്. വളരെ ജൈവികമായാണ് ആ പേജിൽ ഇത്രയധികം ഫോളോവേഴ്സ് വരുന്നതും. അതുകൊണ്ട് മറ്റൊരു പേജിനെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കുന്നില്ല. സാങ്കേതികമായി ലിങ്ക് മാറ്റുന്നതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന് ശ്രമിക്കും. അതൊന്നും വലിയ കാര്യമായി ഞാൻ കാണുന്നില്ല, സന്ദീപ് പറഞ്ഞു. BJP നേതൃത്വവുമായുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേരുന്നത്. കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതിനു പിന്നാലെ ബിജെപിയെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ബിജെപിയെ വെറുപ്പിന്റെ ഫാക്ടറിയെന്നും കോൺഗ്രസിന് സ്നേഹത്തിന്റെ കടിയെന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കൊടകര കരുവന്നൂർ കേസുകളിൽ CPM BJP ബാന്ധവമുണ്ടെന്നും സന്ദീപ് ആരോപിച്ചിരുന്നു. നാടിന് അഭിമാനമായി മേരിഗിരി HS വിദ്യാർത്ഥികൾ. മരഞ്ചാട്ടി നാടിന് അഭിമാനമായി മേരിഗിരി HS വിദ്യാർത്ഥികൾ. ഓക്സിജന്റെയും മറ്റ് ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്താൽ ജീവൻ നിലനിർത്തി പോരുന്ന മജ്ഷ മരഞ്ചാട്ടിയുടെ ചികിത്സാ സഹായത്തിൽ മേരിഗിരി HSലെ വിദ്യാർത്ഥികളും പങ്കാളികളായി. JRC ആഭിമുഖ്യത്തിൽ JRC വിദ്യാർത്ഥികളും അധ്യാപകരും സമാഹരിച്ച തുക പ്രത്യേക അസംബ്ലിയിൽ ചികിത്സാ കമ്മിറ്റി കൈമാറി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സീന റോസ്, JRC കൗൺസിലർ ഷിബിൽ ജോസ്, ചികിത്സാ കമ്മിറ്റി അംഗങ്ങളായ ജോൺ പന്തപ്പിള്ളിൽ, ജോയി പുതിയടത്തുചാലിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കേരളം ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ. തിരുവനന്തപുരം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ. വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിൽ അവസാനവട്ട കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുക. 10 മണിയോടെ വിജയികൾ ആരെന്നതിൽ വ്യക്തതയുണ്ടാകും. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന UDF സമകാലിക രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലെ 3 മണ്ഡലങ്ങളിലും ജയിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ്. പോളിംഗ് കുറഞ്ഞ വയനാട്ടിൽ അട്ടിമറിയൊന്നും പ്രതീക്ഷിക്കപ്പെടുന്നില്ല. എന്നാലും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്ര എന്നതിൽ മാത്രമാണ് ആകാംക്ഷ. ചേലക്കര നിലനിർത്തുന്നതിനൊപ്പം പാലക്കാട് മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി.
പാലക്കാട് സി കൃഷ്ണകുമാറിന്റെ വിജയത്തിനായി കാത്തിരിക്കുകയാണ് ബി.ജെ.പി. പ്രവർത്തകർ. തങ്ങളുടെ വോട്ടുകളെല്ലാം കൃത്യമായി പെട്ടിയിലാക്കിയിട്ടുണ്ടെന്നാണ് മുന്നണികളുടെ കണക്കുനിർത്തിയുള്ള അവകാശവാദം. സിപിഎമ്മിന്റെയും സിപിഐയുടെയും സംസ്ഥാന നേതൃയോഗങ്ങൾ 3 ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കെ സിപിഎമ്മിന്റെയും സിപിഐയുടെയും സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. ഇടതുമുന്നണി യോഗവും ചേരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റികളുടെ കണക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലുകൾ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടാകും. ചേലക്കരയിലെ വിജയം സിപിഎം ഉറപ്പിക്കുന്നു. പാലക്കാട് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. പാലക്കാട് 2ാം സ്ഥാനത്തെത്തിയാലും അത് ഗുണമാകുമെന്നാണ് വിലയിരുത്തൽ. ഭരണഘടന വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ സജി ചെറിയാനെതിരെ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതും സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. വയനാട് വിജയപ്രതീക്ഷയില്ലെങ്കിലും യു.ഡി.എഫ്. സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയുമെന്നാണ് സിപിഐ വിലയിരുത്തൽ. ഇന്നത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. വയനാട് ദുരന്തത്തിൽ കേന്ദ്രസഹായം കിട്ടാത്തതിലെ തുടർ പ്രക്ഷോഭ പരിപാടികൾ തീരുമാനിക്കാൻ ഇടതുമുന്നണി യോഗം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് എ.കെ.ജി. സെന്ററിൽ ചേരും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട്. ഹേഗ്. ഇസ്രയേല് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ഹമാസ് സൈനിക നേതാവ് മുഹമ്മദ് ദെയ്ഫ് ഇബ്രാഹിം അൽമസ്രി എന്നിവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി (ICC)യുടെ അറസ്റ്റ് വാറണ്ട്. 1 വർഷത്തിലധികമായി ഗാസയിൽ തുടരുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലെ യുദ്ധകുറ്റങ്ങളുടെ പേരിലാണ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 3 പേർക്കും എതിരെയുള്ള അപേക്ഷ ICC ചീഫ് പ്രോസിക്യൂട്ടർ കരീംഖാന് മെയ് 20-ന് സമർപ്പിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ജൂലൈയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രയേല് സൈന്യം വ്യക്തമാക്കിയിരുന്നത്. ഹമാസിന്റെ സൈനിക മേധാവിയായിരുന്ന ഇയാള് ഒക്ടോബർ 7-ലെ ഇസ്രയേല് ആക്രമണത്തിന് പിന്നിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം, വെള്ളം, മരുന്ന്, വൈദ്യസഹായം, ഇന്ധനം, വൈദ്യുതി എന്നിവ ഉൾപ്പെടെ അവരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത വസ്തുക്കള് ഇസ്രയേല് ബോധപൂർവം നിഷേധിച്ചെന്ന് ICCയുടെ ചേംബര് വിലയിരുത്തി. തുടർന്നായിരുന്നു വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള തീരുമാനം. നേരത്തെ നെതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് നൽകാനുള്ള കരീംഖാന്റെ ആവശ്യം ഇസ്രയേല് നിരസിച്ചിരുന്നു. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വിദേശ പഠന സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. തിരുവനന്തപുരം. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് 2024-25 അധ്യയന വർഷത്തിൽ വിദേശ സർവകലാശാലകളിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം, PhD കോഴ്സുകൾക്ക് ഉന്നത പഠനം നടത്തുന്നതിന് സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിനായി സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ വകുപ്പ് അപേക്ഷകൾ ക്ഷണിച്ചു. വിദേശ ഉപരിപഠനത്തിനായി വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ കേരള സംസ്ഥാന ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നോ വിദ്യാഭ്യാസ വായ്പ നേടിയിട്ടുള്ള വർക്ക് ലോൺ സബ്സിഡിയാണ് സ്കോളർഷിപ്പായി അനുവദിക്കുന്നത്. സംസ്ഥാനത്തിലെ സ്ഥിരതാമസക്കാരായ കേന്ദ്ര സർക്കാർ മതന്യൂനപക്ഷങ്ങളായി അംഗീകരിച്ച മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ മതവിഭാഗക്കാർക്കും സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹത. ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. വിദേശ ഉപരിപഠനത്തിനായി മറ്റേതെങ്കിലും സർക്കാർ ധനസഹായമോ സ്കോളർഷിപ്പുകളോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കോളർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 16. ഡയറക്ടർ, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്, 4ാം നില, വികാസ ഭവൻ, തിരുവനന്തപുരം 33 എന്ന വിലാസത്തിൽ നിശ്ചിത തീയതിക്കകം പൂരിപ്പിച്ച് പൂർണ്ണമായ അപേക്ഷ നേരിട്ടോ തപാൽ മാർഗമോ ലഭ്യമാക്കണം. ഇമെയിൽ മുഖേന ലഭ്യമാകുന്ന അപേക്ഷകൾ സ്കോളർഷിപ്പിനായി പരിഗണിക്കുമെന്നതല്ല. അപേക്ഷാ ഫോറത്തിന്റെ മാതൃകയും യോഗ്യതാ മാനദണ്ഡങ്ങളും ഉൾപ്പെടുന്ന വിജ്ഞാപനം www.minority welfare kerala.gov.in വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആപ്ലിക്കേഷൻ ഫോം നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർണ്ണമായി പൂരിപ്പിച്ച് വ്യക്തമായി കാണത്തക്ക വിധത്തിൽ ലഭ്യമാക്കണം. വിദ്യാർത്ഥി സ്ഥലത്തില്ലാത്ത പക്ഷം അപേക്ഷാ ഫോം വിദ്യാർത്ഥിക്ക് ഇമെയിൽ മുഖേന അയച്ചു നൽകുകയും വിദ്യാർത്ഥി ഒപ്പ് സഹിതം പൂരിപ്പിച്ച അപേക്ഷ സ്കാൻ ചെയ്ത് രക്ഷാകർത്താവിന് ലഭ്യമാക്കുകയും പ്രസ്തുത അപേക്ഷയിൽ രക്ഷാകർത്താവ് ഒപ്പിട്ട് ഹാജരാക്കേണ്ട രേഖകൾ സഹിതം വകുപ്പിലേക്ക് സമർപ്പിക്കണം. പൂർണ്ണമായി പൂരിപ്പിക്കാത്ത അപേക്ഷകൾ സ്കോളർഷിപ്പിന് പരിഗണിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 0472300524 0471233090 scholarship.dmw@gmail.com. കോടഞ്ചേരിക്ക് ഇത് അഭിമാന നിമിഷം. ആത്മാർത്ഥ സേവനത്തിന് സിംഗപ്പൂർ ജനത നൽകുന്ന അംഗീകാരം. നെല്ലിപ്പൊയിൽ സ്വദേശിക്ക് സിംഗപ്പൂർ ഗവൺമെന്റിന്റെ 2024 നാഷണൽ ഡേ അവാർഡ് ആൻഡ് എഫിഷ്യൻസി മെഡൽ. കോടഞ്ചേരി. നെല്ലിപ്പൊയിൽ സ്വദേശി ജിമ്മി മാനുവലിന്. നൂറനാനിക്കൽ ജോയി ആൻഡ് ആലീസ ദമ്പതികളുടെ പുത്രനായ ജിമ്മി 22 വർഷങ്ങളോളമായി സിംഗപ്പൂരിൽ ജോലി ചെയ്തുവരുന്നു. സിംഗപ്പൂർ സെൻട്രൽ പ്രോവിഡന്റ് ഫണ്ട് ബോർഡിൽ സീനിയർ കൺസൾട്ടന്റായ ഇദ്ദേഹത്തിന്റെ അനിതരസാധാരണമായ പ്രവർത്തന മികവിനാണ് ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ രാഷ്ട്രപതിയുടെ അവാർഡുകൾക്ക് തത്തുല്യമാണ് ഈ അംഗീകാരം. ഭാര്യ മെർലി ജിമ്മി സിംഗപ്പൂർ നാഷണൽ സ്കിൻ സെന്ററിൽ സീനിയർ സ്റ്റാഫ് നഴ്സായി സേവനമനുഷ്ഠിക്കുന്നു. സിംഗപ്പൂർ ഗവൺമെന്റിന്റെ 2024 നാഷണൽ ഡേ അവാർഡ് എഫിഷ്യൻസി മെഡൽ. കോടഞ്ചേരി.
നെല്ലിപ്പൊയിൽ സ്വദേശി ജിമ്മി മാനുവലിന് നൂറനാനിക്കൽ ജോയി ആലീസ ദമ്പതികളുടെ പുത്രനായ ജിമ്മി 22 വർഷങ്ങളോളമായി സിംഗപ്പൂരിൽ ജോലി ചെയ്തുവരുന്നു. സിംഗപ്പൂർ സെൻട്രൽ പ്രോവിഡന്റ് ഫണ്ട് ബോർഡിൽ സീനിയർ കൺസൾട്ടന്റായ ഇദ്ദേഹത്തിന്റെ അനിതരസാധാരണമായ പ്രവർത്തന മികവിനാണ് ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ രാഷ്ട്രപതിയുടെ അവാർഡുകൾക്ക് തത്തുല്യമാണ് ഈ അംഗീകാരം. മക്കൾ ആൻലിൻ, അലന്റെ വിദ്യാർത്ഥികൾ 1994 സ്കൂൾ പഠനകാലത്ത് മികച്ച സ്കൗട്ട്സ് വിദ്യാർത്ഥിക്കുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ് ജിമ്മി. മൈക്കാവ് പുതുപ്പള്ളി പി.ടി. മത്തായിയുടെ ഭാര്യ കാതറിൻ 83 അന്തരിച്ചു. റിട്ടയർ അധ്യാപിക സെന്റ് മേരീസ് ഹൈസ്കൂൾ കൂടത്തായി, പരേത മുട്ടുചിറ കരോട്ട് കുടുംബാംഗമാണ്. സംസ്കാരം നാളെ 2024 നവംബർ 23 ശനിയാഴ്ച രാവിലെ 9:30 ഭവനത്തിൽ ആരംഭിച്ച് കൂടത്തായി ലൂർദ്മാതാ ദേവാലയത്തിൽ. മക്കൾ ഡോക്ടർ ലൗലി, ബിജു അധ്യാപകൻ സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട്, സിറിൽ കാനഡ. മരുമക്കൾ CB, പരേതയായ നിഷ, സ്വപ്ന. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.